ഞാൻ എവിടെ നിൽക്കണമെന്ന് അറിയാം നിങ്ങൾക്ക്. ഞാൻ നാട്ടിലെത്തി. ഒരാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു. അവിടെ ഗൾഫിലാണെങ്കിലും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമായി. പക്ഷെ ഇതുവരെ എനിക്ക് പുറത്തൊന്നും ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള തിരക്കുകളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ ഒരു പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതെൻ്റെ വീടാണ് കേട്ടോ. ഇതെൻ്റെ വീടാണ്. അപ്പോൾ വീട്ടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായില്ല നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും നോർമൽ സ്ഥലങ്ങൾ കേട്ടോ, എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒന്നുമല്ല, അല്ലാത്ത തന്നെ നോർമൽ സ്ഥലങ്ങൾ ഏതെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു സാധാ സ്ഥലം പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? നമുക്ക് പോവല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം കൂടെ വരിക. എനിക്കും ഞാനും കുറേ ദിവസമായി, കുറേ കാലമായി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയി നോക്കാം അല്ലേ? അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സൈഡിൽ ഇങ്ങനെ പെട്ടിക്കടയിൽ വഴിയോരത്തൊക്കെ വെച്ച് വിൽക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ, ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി തിങ്. പക്ഷെ നമ്മളത് കഴിക്കും എന്തായാലും, കാരണം അതാണ് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയൊരു കട. പാർസൽ നാട്ടിലെ പ്യോർ കരിമ്പ് ജ്യൂസാണ് കേട്ടോ. അവിടെ പുതിയതായിട്ട് കുറച്ചായി തുറന്നിട്ട് ഒരു കർമ്മ റോഡ് എന്നാണ് ഈ റോഡിന്റെ പേര്. ഇത് പുഴയുടെ തൊട്ടടുത്ത് കൂടെയാണ് ഇത് പോണ കേട്ടോ. എങ്ങനെയുണ്ട് നോക്കിയ ഭംഗി, സൂപ്പർ ആയിട്ടില്ലേ? നമ്മുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ അത്. ഇതൊക്കെ നമ്മൾ ആരും ശ്രദ്ധിക്കാണ്ട് പോണതാണ്. നമ്മൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് അതിങ്ങനെ നമ്മളെ പോലുള്ള പ്രവാസികൾ പുറത്തുനിന്ന് വന്നിട്ട് കാണുമ്പോഴേ അതിന്റെ ഫീല് വരുന്നുള്ളൂ. കാരണം മറ്റുള്ളവർക്ക്, ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്കത് അത്ര ഫീൽ ചെയ്യില്ല. ഇത് നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ട്, ഇത് റോഡ് നല്ല റോഡായിരുന്നു എന്നാ പറയണേ, വെള്ളം കയറിയിട്ട് ഈ റോഡൊക്കെ കുഴിയായി പോയതാണ്. ഇതുവരെ അതൊന്നും റിപ്പയർ ചെയ്തിട്ടില്ല. എന്ത് രസമുള്ള തണല നോക്കിയേ കണ്ടോ, നല്ല കുഴിയുണ്ട്. വേണ്ട, ഇത് നമ്മളെ കൊട്ടയാണ് കേട്ടോ, മറ്റേ എന്താ അതിനെ പറയാ, തോണി, വട്ടത്തിലുള്ള കൊട്ട. അപ്പോൾ അവർ മീൻ പിടിക്കാനൊക്കെ അതായിട്ട് പോകുന്നതാണ്. നല്ല രസമായിരിക്കണം കേട്ടോ സ്ഥലം. ഒരുപാട് പേര് വൈകിട്ടൊക്കെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. മുഹമ്മദ് റിഷാലാണ് നമ്മളൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ അവൻ കക്ക വാരാണ് പുഴയിൽ പോയിട്ട്. എന്താ കക്ക കാണിച്ചു തരാം കേട്ടോ, അവൻ വാര് കണ്ടോ. ഇതാണ്ട അതൊരു പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ഹോബി എന്നുള്ള നിലക്കേ വെറുതെ വന്നിട്ട് വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, നേരം പോവാത്തപ്പോൾ ഇതൊക്കെ പരിപാടികൾ. എന്താ ഭംഗി സ്ഥലം നോക്കി. കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നില്ല. കണ്ടോ, അത് നടുവിലൊരു തുരുത്ത് കണ്ടോ, ഒരു വഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു തുരുത്തിട്ടാ നടുവിൽ, വെള്ളത്തിൻ്റെ നടുവിലായിട്ട്. ചുറ്റുഭാഗം വെള്ളം നിൽക്കണം കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് തുരുത്തുകളുണ്ട് കേട്ടോ.
മൊത്തമല്ലോ വൈകിട്ട് ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു മീൻ പിടിക്കാൻ പോവാൻ യൂസ് ചെയ്യുന്ന തോണിയാണ്, അത് കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നല്ല ഭംഗിയുണ്ടല്ലേ സ്ഥലം കാണാൻ. ഇതുവരെ ഈ പുഴൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഉപ്പിലിട്ട കടയാണ് കേട്ടോ. ഉപ്പിലിട്ടൊക്കെ വെക്കുന്ന വെള്ളമൊക്കെ വെക്കുന്ന കടയാണ്. മാങ്ങ, പൈനാപ്പിള്, അരിനെല്ലിക്ക, പിന്നെ എന്താ സാധനം? കക്കേരി. ചോച്ചെന്ത് സാധനം? ആ മറ്റേ ബംഗാളിയുള്ള സാധനം. ഇതാണ് നമ്മളെ ചൊരണ്ടിയസ്. ചെറുപ്പത്തിലൊക്കെ തിന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര മോഡേണായി. അതുപോലെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയ പോലെയാണ് ചൊരണ്ടിയസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബദാം, പൈനാപ്പിൾ, പിസ്ത എസൻസ്, അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളെ പൈമാരാട്ടോ, ഇവര് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇത് കഴിച്ചത്. എന്താ നിങ്ങളുടെ പേരെന്താ? വൈഷ്ണവ്. ഇത് രജീഷ്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മളിത് കഴിച്ചത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. എക്സ്പ്ലോർ റെക്കോർഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ പൈമർ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അവിടുന്ന് വാങ്ങി ഉപ്പിലിട്ട മാങ്ങ കേട്ടോ. നല്ല മിളകൊക്കെ തേച്ച് സൂപ്പറാക്കിയിട്ടില്ലേ. ഇങ്ങനെ കഴിച്ചോട്ടെ. ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളതൊക്കെ സെക്കൻഡറി തിങ് കിട്ടും. ഇതൊക്കെ കഴിച്ചാൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ട്, നമ്മളെവിടെ പോയാലും കിട്ടുള്ളൂ. ഓക്കെ, പൈനാപ്പിൾ ഉണ്ട്, മാംഗോ, എല്ലാ സാധനവും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിത് മാത്രം വാങ്ങിയുള്ളൂ നോക്കും. പൈനാപ്പിൾ ഉപ്പിലിട്ടത് വിത്ത് മുളക്. മറ്റാള് അവിടെ ഒരു തമാശ പറഞ്ഞില്ലേ, ഇതൊന്നും കഴിച്ചിട്ട് നിങ്ങളൊക്കെ ജന്മം പോയിട്ടു. കഴിച്ചാൽ നിർത്താൻ തോന്നുന്നു. വീണ്ടും ഇപ്പൊ ഫ്രഷ് മീൻ ഇവർ പിടിച്ചു കൊണ്ടുവന്ന സാധനമാണ് കേട്ടത്.
നമ്മൾ ഈ വലുത് നോക്കിയിട്ട് കുറച്ച് പേരെന്ന് വാങ്ങാൻ പോവാണ്. ഇത് വാങ്ങിയിട്ട് നമുക്കിന്ന് വീട്ടിൽ കൊണ്ടുപോകാം. ചൂണ്ടിലിടണ പിടിക്കാനാണ് വന്നത്, പക്ഷെ നടന്നില്ല. അപ്പൊ ഇന്നത്തെ നമ്മളെ മീന് നമ്മള് പുഴയിൽ നിന്ന് പിടിച്ചിടുന്ന മീൻ നേരാക്കാണ് കേട്ടോ. നേരാക്കി നമുക്കിതൊരു പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നേരാക്കുന്നത്. അപ്പോൾ ഇത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. ഉമ്മാൻ്റെ റെസിപ്പി ആയിട്ട് പൊരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രഷ് മീനാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു 4-5 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനുള്ള മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉമ്മാൻ്റെ റെസിപ്പിയാണ്. ആദ്യം നമ്മൾ മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി ഇട്ടു. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇപ്പോൾ ഒരു സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് ചതച്ച് നമ്മൾ ഈ മസാലയുടെ ഈ മുളകിൻ്റെയും മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഇപ്പോൾ ചതച്ച വെളുത്തുള്ളി, ചെറിയുള്ളിയൊക്കെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇട്ടിട്ട് ഇപ്പോൾ നമ്മളത് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. വരഞ്ഞതൊക്കെ ഇല്ലേ, ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് ശരിക്ക് മസാല ഇറക്കി പിടിപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഫ്ലഷിൽ മൊത്തം ആ ടേസ്റ്റ് ഫ്ലേവർ കയറുള്ളൂ. ഇനി നമ്മൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ ഉപ്പും മുളകും എല്ലാം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചട്ടി വെച്ചിട്ടാ, ചട്ടി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ എണ്ണ ഏകദേശം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. വാവ്, അപ്പോൾ ഇതിന് നമ്മൾ മറിച്ചിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്ത സൂപ്പർ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ 4 ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ ഒന്ന് സൈഡിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൂമീൻ പൊരിച്ചത് കൂടി ഇതിലേക്ക് ഇടാനുണ്ട്. ഓക്കെ, വാവ്. ഇനിയുള്ള പണിയാണ് നമ്മുടെ ഏറ്റവും വലിയ പണി. എന്താണ് ഇത്? ടേസ്റ്റ് ചെയ്ത് നോക്കല്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അയക്കുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങളൊക്കെ ഒന്ന് കൊതിപ്പിച്ച് സൂപ്പർ ആക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. സോറി. അപ്പോൾ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഈ കരിമീനിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് അതേപോലെ നമ്മളെ പൂമീനിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയില്ലല്ലേ? ഇതിങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ പീച്ചിട്ട് ഇടാ സാധനം ഇടാ.
ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉമ്മാന്റെ കൈപുണ്യം തന്നെ വേണം കേട്ടോ. ഉമ്മാന്റെ കൈപുണ്യം, ആ നാടൻ ടേസ്റ്റ്, സാധാ പുഴയിൽ നിന്ന് പിടിച്ച് ഒരു ഫോർമാലിനും ഒരു കെമിക്കലും ഇല്ലാത്ത ഫ്രഷ് സാധനം അങ്ങനെ തന്നെ കൊടുത്ത് കട്ട് ചെയ്ത് മുളകും മഞ്ഞളും അതിന്റെ മസാലകളൊക്കെ ചേർത്ത് ഇങ്ങനെ പൊരിച്ചിട്ട് ഇതേപോലെ നമുക്ക് പൂമീൻ കേട്ടോ. നോ വേർഡ്സ്. രാത്രി നിങ്ങൾക്ക് ഇപ്പൊ കൊതിയ ഉണ്ടാവും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതിപ്പോ ഞാൻ തിന്നു. അപ്പൊ നമ്മളെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ് എന്ത് വേണ്ട ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി പിന്നെ കാണാം.